താബോർ എന്ന വാക്കിന് ഉന്നത സ്ഥലം എന്നാണ് അർത്ഥം. ഇസ്രായേൽ സമതലത്തിന്റെ വടക്ക് കിഴക്കേ മൂലയിലാണ് താബോർ മല. നസ്രേത്തിന് ഏതാണ്ട് 10 കിലോമീറ്റർ കിഴക്കാണിത് കിടക്കുന്നത്. താബോർ മലയ്ക്ക് 588 മീറ്റർ ഉയരമുണ്ട്. ഇതിന്റെ ചരിവുകൾ ചെങ്കുത്താണ്. കുന്നിന്റെ ചരിവിൽ സ്ഥിതി ചെയ്യുന്ന നസ്രേത്ത് ഗ്രാമത്തിനും താബോർ മലയ്ക്കും മധ്യേ ഒരു താഴ്വരയുമുണ്ട്. കനാൻ ദേശം വിഭജിച്ചപ്പോൾ ഈ പ്രദേശം ഇസ്സാഖാർ ഗോത്രത്തിന് ലഭിച്ചു. യോശുവ 19:17-22. ബാരാക്കും ദെബോരയും സിസരയോട് യുദ്ധം ചെയ്യാൻ പാളയമിറങ്ങിയത് താബോർ മലയിലായിരുന്നു. യോശുവ 4:6-14 വരെ. സേബഹും സൽമുന്നയും ഗിദയോന്റെ സഹോദരന്മാരെ കൊന്നത് ഇവിടെ വച്ചാണ്. ന്യായാധിപന്മാർ 8:18-19 വാക്യങ്ങൾ. ഹോശേയ പ്രവാചകന്റെ കാലത്ത് ഇവിടെ ഒരു വിഗ്രഹാരാധന കേന്ദ്രം ഉണ്ടായിരുന്നു. ഹോശേയ പ്രവചനം 5:1. ഇന്ന് ഫലസമൃദ്ധങ്ങളായ തോട്ടങ്ങൾ ഇവിടെയുണ്ട്. യേശുക്രിസ്തുവിന്റെ രൂപാന്തരം ഈ മലയിലായിരുന്നുവെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നുമുണ്ട്. എന്നാൽ അത് ശരിയാകാനും ഇടയില്ല. താബോരും ഹെർമോനും യഹോവയുടെ നാമത്തിൽ ആനന്ദിക്കുന്നു. സങ്കീർത്തനം 89:12. ഇസാഖാറിനും സെബൂലൂനും നൽകിയ അനുഗ്രഹത്തിൽ അവർ ജാതികളെ പർവ്വതത്തിലേക്ക് വിളിക്കും, അവിടെ നീതിയാഗങ്ങളെ കഴിക്കുമെന്ന് മോശ പറഞ്ഞു. ഈ പർവ്വതം താബോർ മലയാണെന്ന് കരുതുന്നവരുമുണ്ട്. ആവർത്തനം 33:19. മറ്റൊരു താബോറിനെ കൂടെ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് സെബൂലൂൻ ഗോത്രത്തിന്റെ അവകാശത്തിൽ നിന്നും മെരാര്യ ലേവ്യർക്ക് നൽകിയ ഒരു പട്ടണം. 1 ദിനവൃത്താന്തം 6:77. സെബൂലൂൻ മക്കൾക്ക് നൽകിയ പട്ടണങ്ങളിൽ കിസ്ലോത്ത് താബോർ എന്ന ഒരു പേരുണ്ട്. യോശുവ 19:12. ദിനവൃത്താന്തകാരൻ ഈ പേരിനെ താബോർ മാത്രമായി ചുരുക്കിയിരിക്കണം. പിന്നീട് താബോരിലെ ഒരു കരുവേലകത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. താബോരിലെ കരുവേലകം 1 ശമൂവേൽ 10:3 ബെന്യാമീന്റെ അതിർത്തിക്ക് അകത്തായിരിക്കണം. ശമൂവേൽ പ്രവാചകൻ ശൗലിനെ അഭിഷേകം കഴിച്ചു. അനന്തരം സമ്മാനങ്ങളുമായി 3 പുരുഷന്മാർ ബഥേലിലേക്ക് പോകുന്നത് താബോരിലെ കരുവേലകത്തിനരികെ വെച്ച് കാണുമെന്ന് ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് പറഞ്ഞു. 1 ശമൂവേൽ 9:5-10 വരെയുള്ള സ്ഥല വിവരണമനുസരിച്ച് ഈ സ്ഥലം താബോർ മലയായിരിക്കാൻ ഇടയുമില്ല. അതിനാൽ സ്ഥാനനിർണയം ദുഷ്കരവുമാണ്. പ്രസിദ്ധമായ ഒരു പൂജാവൃക്ഷമോ മറ്റോ ആയിരിക്കണം ഇത്.